കേരളത്തിൽ ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും പുതിയ നടപടിക്രമങ്ങൾ. ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും തന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കണം. ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥതയിൽ നിന്ന് പുതിയ ഉടമസ്ഥതയിലേക്ക് പോക്കുവരവ് നടത്തുന്ന തരത്തിൽ സംവിധാനവും നിലവിൽ വരും. ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ സ്കോച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കാനാകൂ. ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണമനുസരിച്ച് സർവേ സ്കോച്ചിലും മറ്റും വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല. സർവേ സ്കോച്ചിൽ തണ്ടപ്പേപ്പർ വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കണം. ഭൂനികുതി അടച്ച റെസീറ്റുകളിൽ ഗരം അടച്ചതിനുള്ള രേഖ എന്ന് മാത്രം ഇനി മുതൽ രേഖപ്പെടുത്തും. ഇതുൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടയ്ക്കുവാനും ഭൂമി കൈമാറാനുമുള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബോക്സ് ടാക്സ് രജിസ്ട്രേഷൻ അടിസ്ഥാനമാക്കിയായിരിക്കും. ഇതിന്റെ മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി റെസീറ്റ് അനുവദിക്കും. ഓൺലൈനായി ലഭിക്കുന്ന നികുതി റെസീറ്റിൽ പഴയതും പുതിയതുമായ സർവേ അല്ലെങ്കിൽ റീസർവേ നമ്പറുകൾ ഉണ്ടായതിനാൽ ഉടമസ്ഥതയിലും ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റു കക്ഷികൾക്കും പരിശോധിക്കാനാകും. ഡിജിറ്റൽ സർവേ രേഖകളിൽ പറയുന്ന വിസ്തൃതിക്കനുസരിച്ച് ഇനി മുതൽ ഭൂനികുതി അടയ്ക്കണം. സർവേ രേഖകളിൽ പരാതിയുള്ളവർക്ക് ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡ് മാനേജ്മെന്റ് വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. നിലവിൽ കാസർഗോഡ് ജില്ലയിലെ ഗുജ്ജ വില്ലേജിൽ മാത്രമാണ് പൈലറ്റ് പദ്ധതിയായി ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയത്. 150 വില്ലേജുകളിൽ പദ്ധതി പൂർത്തിയായി വിജ്ഞാപനം വരുമെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു. ഭൂമി വിൽക്കുന്നതിനായി അപേക്ഷിക്കുമ്പോൾ ഭൂരേഖകളെ കുറിച്ചുള്ള പരാതികൾ മനസ്സിലാക്കാൻ സർവേ സ്കോച്ചിൽ ഇനി 3 നിറങ്ങളിലെ കോഡുകൾ ഉണ്ടാകും. DBDR-D തണ്ടപ്പേപ്പർ രജിസ്ട്രേഷൻ ചെയ്യുന്നവർ ഉടമസ്ഥന്റെ പേരും വിലാസത്തിനുള്ള അക്ഷരത്തെറ്റുകൾ സംബന്ധിച്ച പരാതികൾ ഉണ്ടെങ്കിൽ പച്ച നിറം. അത് പരിശോധിച്ച് വില്ലേജ് ഓഫീസർക്ക് തിരുത്താം. ഉടമസ്ഥത സംബന്ധിച്ചോ വിസ്തീർണം സംബന്ധിച്ചോ പരാതി ഉള്ളവയാണെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള